നമസ്കാരം. എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ചിത്ര എന്നാണ്. എൻ്റെ പേര് CHITHR ചിത്ര. അപ്പം ഇങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മുടെ പാട്ടുകാരി ചിത്രത്തില്ലേ, ചിത്രത്തിൻ്റെ പേരാണ് എൻ്റെത്. ഇനി അത് മറക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ പേര് വിട്ടു ചിത്രലോകം. ഒന്നുമില്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പൊതു സമൂഹത്തിൽ നടക്കുന്ന എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എനിക്ക് വേണ്ടിയല്ല, നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ നല്ല മുന്നിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്കത് ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് മാത്രം, കാരണം എൻ്റെ സൗണ്ട് ഇങ്ങനത്തെ ആയതുകൊണ്ട് മാത്രം ഞാൻ അതിനെ ചില സ്ഥലങ്ങളിൽ പ്രതികരിക്കാതിരുന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ എന്താ പറയുക, അഭിപ്രായങ്ങൾ പറയാം. എന്നെ ഇഷ്ടമല്ലെങ്കിലും ആണെങ്കിലും സപ്പോർട്ട് ചെയ്യാം. കാരണം നമ്മൾ എന്താ പറഞ്ഞാൽ, ഞാൻ ഒരാളെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ചാനൽ. അതായത് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടും വേദന അവർക്ക് ഇത് മരണം എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നതല്ല. നമ്മുടെ പൊതു സമൂഹം നമുക്കുള്ളതാണ്, നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ ജീവിച്ചേ മതിയാവും. അപ്പം എനിക്കെന്ന് പറയുമ്പോൾ ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉള്ളത് കാരണം ഞാൻ ഇതിലേക്ക് വരാൻ ഇത്തിരി താമസം ഉണ്ടായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ എന്താ പൊതുജനം പല വിധം എന്നാണല്ലോ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം ഇതിൻ്റെ താഴെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കമൻറ്റുകൾ വരും. എനിക്കറിയാം, ഇതാ അടുത്തത് വന്നിട്ടുണ്ട്, അടുത്ത ആൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ വന്ന് വരുമായിരിക്കും, അറിയാമായിരിക്കും. നമ്മുടെ സൊസൈറ്റി അല്ലേ, അങ്ങനെയൊക്കെ വരും. പക്ഷെ ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്നല്ല, ഞാൻ അതിനൊന്നും പേടിച്ച് ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ലൈഫിൻ്റെ നല്ലൊരു സ്റ്റേജ്, അതായത് നല്ലൊരു ഭാഗം കടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്ന് ജീവിക്കട്ടെ. ഇപ്പം എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോടൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ പറയാനല്ല കേട്ടോ ഞാനിത് വന്നത്. നമ്മുടെ പൊതു സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ പിടിക്കാത്ത കാര്യങ്ങൾ. ഇപ്പം ഞാനെന്നത് ഒരു പൊതു സമൂഹത്തിലുള്ള ഒരു സാധാരണക്കാരിയാണ്. ഒരു സാധാരണക്കാരി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനകത്തോട്ട് പ്രതികരിക്കണമെന്ന് തോന്നും. പക്ഷെ നമ്മൾ പ്രതികരിക്കുന്നില്ല. കാരണം എന്താ, നമുക്കതിനുള്ള വോയിസ് ഇല്ല. നമ്മുടെ വോയിസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ വോയിസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയാസാണ്. അതിനെ സോഷ്യൽ മീഡിയയിൽ കൂടി എന്തെങ്കിലും പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉദ്യമത്തിലോട്ട് വന്നത്. അപ്പം ഞാൻ തുടങ്ങുക. എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ മീൻസ് അങ്ങനെയല്ല, പൊതു സമൂഹത്തിൽ നടക്കുന്ന പ്രയാസങ്ങൾ. ഒരിക്കലും ഞാൻ ഇതിനെ കൂടി എൻ്റെ ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനെ ഒരു കാരണത്തിനും ഞാൻ എടുത്തിടാൻ വേണ്ടിയിട്ടല്ല. എന്നിട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന വിഷയങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത്. പൊതു സമൂഹത്തിൽ നമ്മുടെ ആൾക്കാർക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെക്കൊണ്ടാവുന്നത് ഞാൻ പറയാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കേൾക്കുക. താങ്ക് യു.